PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി 27 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ്. ഇത് നമ്മൾ പാർട്ട് 2 ആണ് ചെയ്തത്. പാർട്ട് 1 ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പാർട്ട് 2 ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ്, രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനായി വക്കം മൗലവി ആരംഭിച്ച പത്രമേത്? സ്വദേശാഭിമാനി. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനായി വക്കം മൗലവി ആരംഭിച്ച പത്രമേത്? സ്വദേശാഭിമാനി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാര്? വക്കം മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാര്? വക്കം മൗലവി. നായർ സമുദായത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുകയും കേരളത്തിലെ പൗരാവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരങ്ങൾ നയിക്കുകയും ചെയ്തതാര്? മന്നത്ത് പത്മനാഭൻ. നായർ സമുദായത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുകയും കേരളത്തിലെ പൗരാവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരങ്ങൾ നയിക്കുകയും ചെയ്തതാര്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമേത്? നായർ സർവീസ് സൊസൈറ്റി. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമേത്? നായർ സർവീസ് സൊസൈറ്റി. പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതാര്? പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതാര്? പൊയ്കയിൽ യോഹന്നാൻ. പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച കവിയും നാടകകൃത്തുമായ സാമൂഹിക പരിഷ്കർത്താവാര്? പണ്ഡിറ്റ് KP കറുപ്പൻ. പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച കവിയും നാടകകൃത്തുമായ സാമൂഹിക പരിഷ്കർത്താവാര്? പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമാജം സ്ഥാപിച്ചതാര്? പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജം സ്ഥാപിച്ചത് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ട നമ്പൂതിരി സമുദായ പരിഷ്കർത്താവാര്? VT ഭട്ടതിരിപ്പാട്. സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ട നമ്പൂതിരി സമുദായ പരിഷ്കർത്താവ് ആര്? VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാര്? VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന പ്രസ്ഥാനമേത്? യോഗക്ഷേമ സഭ. VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന പ്രസ്ഥാനമേത്? യോഗക്ഷേമ സഭ. യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിക്കുകയും ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത പരിഷ്കർത്താവ് ആര്? വാഗ്ഭടാനന്ദൻ. യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിക്കുകയും ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത പരിഷ്കർത്താവ് ആര്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമേത്? ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമേത്? ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചതെന്ന്? 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചതെന്ന്? 1931 നവംബർ 1. ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി രൂപവൽക്കരിച്ചത്? കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി രൂപവൽക്കരിച്ചത്? കേളപ്പനും മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ. ഗുരുവായൂരിലെ സത്യാഗ്രഹ സമര പരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾ സ്വീകരിച്ച നടപടി എന്ത്? 1 മാസത്തോളം ക്ഷേത്രം അടച്ചിട്ടു. ഗുരുവായൂരിലെ സത്യാഗ്രഹ സമര പരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾ സ്വീകരിച്ച നടപടി എന്ത്? 1 മാസത്തോളം ക്ഷേത്രം അടച്ചിട്ടു. ഗുരുവായൂർ സത്യാഗ്രഹത്തെ എതിർത്തവരിൽ നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റ നേതാക്കൾ ആരെല്ലാം? AK ഗോപാലനും P കൃഷ്ണൻപിള്ളെ. ഗുരുവായൂർ സത്യാഗ്രഹത്തെ എതിർത്തവരിൽ നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റ നേതാക്കൾ ആരൊക്കെയാണെന്നാണ് ചോദിച്ചത്. AK ഗോപാലനും P കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിന് മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയത്? കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിന് മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയത്? കേളപ്പൻ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചത്? ഗാന്ധിജിയുടെ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചത്? ഗാന്ധിജിയുടെ. ഏത് ക്ഷേത്രപ്രവേശനത്തെ പറ്റിയുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാനാണ് പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയത്? ഗുരുവായൂർ ക്ഷേത്രം. ഏത് ക്ഷേത്രപ്രവേശനത്തെ പറ്റിയുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാനാണ് പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയത്? ഗുരുവായൂർ ക്ഷേത്രം. ജനഹിത പരിശോധനയുടെ ഫലം എന്തായിരുന്നു? ഭൂരിപക്ഷം പേരും പിന്തുണച്ചു. ജനഹിത പരിശോധനയുടെ ഫലം എന്തായിരുന്നു? ഭൂരിപക്ഷം പേരും പിന്തുണച്ചു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവാര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവാര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതെന്ന്? 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതെന്ന്? 1936 നവംബർ 12.
തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കാൻ കാരണമായ വിളംബരമേത്? ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കാൻ കാരണമായ വിളംബരമേത്? ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമേത്? തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമേത്? തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം. അയിത്തോച്ചാടനത്തിനായി 1947 മുതൽ 48 വരെ കേരളത്തിൽ നടന്ന സമരമേത്? പാലിയം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിനായി 1947 to 48 കേരളത്തിൽ നടന്ന സമരമേത്? പാലിയം സത്യാഗ്രഹം. കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛൻ്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന വിലക്കിനെതിരെ രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമേത്? പാലിയം സത്യാഗ്രഹം. കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛൻ്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന വിലക്കിനെതിരെ രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമേത്? പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? സി കേശവൻ. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? സി കേശവൻ. കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതി മതഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ട വർഷമേത്? 1948. കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതി മതഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ട വർഷമേത്? 1948. വരിക വരിക സഹചരെ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോക നാം. കേരളത്തിൽ നടന്ന ഏത് പ്രധാന സമരത്തിന് ആവേശം പകർന്ന ഗാനമായിരുന്നു ഇത്? 1930 ഉപ്പു സത്യാഗ്രഹ ജാഥ. വരിക വരിക സഹചരെ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോക നാം. കേരളത്തിൽ നടന്ന ഏത് പ്രധാന സമരത്തിന് ആവേശം പകർന്ന ഗാനമായിരുന്നു ഇത്? 1930 ഉപ്പു സത്യാഗ്രഹ ജാഥ. വരിക വരിക സഹചരെ എന്ന ഗാനം എഴുതിയതാര്? അംഷി നാരായണപിള്ള. വരിക വരിക സഹചരെ എന്ന ഗാനം എഴുതിയതാര്? അംഷി നാരായണപിള്ള. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ സമരത്തിൻ്റെ ഭാഗമായി എവിടേക്കാണ് ജാഥയായി നീങ്ങിയത്? പയ്യന്നൂർ കടപ്പുറം. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ സമരത്തിൻ്റെ ഭാഗമായി എവിടേക്കാണ് ജാഥയായി നീങ്ങിയത്? പയ്യന്നൂർ കടപ്പുറം. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി വീഡിയോയിലൂടെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. താങ്ക്